കാലാവസ്ഥ അപ്ഡേറ്റിലേക്കും മഴ വിവരങ്ങളിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ, താഴ്ന്നയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലും വടകര താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നലെ ഉണ്ടായിരുന്ന ആ മഴ മുന്നറിയിപ്പ് തന്നെ നിലനിൽക്കുന്നുവല്ലോ അല്ലേ? ഈ 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്, മലബാർ ജില്ലകളിലൊക്കെയാണത്. അപ്പോൾ സ്കൂളിന്റെ അവധി അതൊക്കെ എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ. റോഷ്നി, നിലവിൽ വീണ്ടും മഴക്കാലം ശക്തമാവുകയാണ് സംസ്ഥാനത്ത്. വരുന്ന 21-ാം തീയതി വരെയാണ് അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഇപ്പോൾ 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതിശക്തമായിട്ടുള്ള മഴയാണ് മലബാർ ഭാഗങ്ങളിൽ ഉണ്ടാവുക. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. 204 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും റെഡ് അലർട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യത, മണ്ണിടിച്ചിൽ പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശം അതാത് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൂടിയുണ്ട്. അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ്. ഈ 4 ജില്ലകളിൽ ഇന്ന് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെയുള്ള ബാക്കിയുള്ള 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നിലവിൽ തിരുവനന്തപുരം അടക്കമുള്ള, കൊല്ലം അടക്കമുള്ള ജില്ലകളിലൊക്കെയും നിലവിൽ യെല്ലോ അലർട്ടാണ്. ഒരു ചാറ്റൽ മഴ നിലവിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയാണ് തലസ്ഥാനത്ത്. പക്ഷേ വളരെ വലിയ തോതിലുള്ള ഒരു മഴ നിലവിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് പുറമെ ഇന്നിപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിലവിൽ അവധി നൽകിയിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ കടൽ രൂക്ഷമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തണം. മറ്റൊന്ന്, ഇന്നിപ്പോൾ സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. നിലവിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഈ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യം നിലവിൽ ഇപ്പോൾ ഒന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ ഉത്തർപ്രദേശിനും മധ്യപ്രദേശിനും ഇടയിൽ ഇപ്പോൾ ശക്തമായ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ചക്രവാത ചുഴിയാണ്. അങ്ങനെ ഈ 2 ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും രൂപപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും മഴ ശക്തമാകുന്നത്. ആന്ധ്രാപ്രദേശ് തീരത്താണ് ഇപ്പോൾ ഈ ചക്രവാത ചുഴി രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ വീണ്ടും തുടരാൻ ഇടയാക്കുന്നുണ്ട്. എന്തായാലും മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നദീതീരങ്ങളിൽ, ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന മനുഷ്യർ കൃത്യമായിട്ടും ജില്ലാ കളക്ടർമാരുടെയും അതുപോലെ തന്നെ അധികൃതരുടെയും നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ശ്രദ്ധ പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മലയോര മേഖലകളിൽ താമസിക്കുന്നവരാണ്. ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാഹചര്യങ്ങൾ ഉള്ള ഒരു സ്ഥലങ്ങളിൽ, നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കൃത്യസമയങ്ങളിൽ തന്നെ മാറി താമസിക്കുക. പ്രത്യേകിച്ചും ഈ വരുന്ന 21-ാം തീയതി വരെ സംസ്ഥാനത്ത് 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അടച്ചുറപ്പുള്ള വീടുകളിലായിരിക്കാൻ ശ്രമിക്കുക. ഈ ഷീറ്റിട്ട വീടുകളിൽ ഇരിക്കുന്നവർ ശ്രദ്ധ പുലർത്തണം. ഓല ഷീറ്റ് പാകിയ വീടുകൾ, അത് ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നു പോകാനായിട്ട് ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീടുകളിലായിരിക്കുന്നവരും തൊട്ടടുത്തുള്ള ക്യാമ്പുകളിൽ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അധികൃതരുടെ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകണമെന്നാണ് നിലവിൽ ഈ മഴ സംബന്ധിച്ച് നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രവും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. റോഷ്നി, അരുൺ, തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൊച്ചിയിൽ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, ഇടുക്കിയിലും മഴയുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഈ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണോ? റോഷ്നി, തലസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയാണ്. അത് ഒരു ചെറിയ തോതിൽ തന്നെ മഴയുണ്ട്. നിലവിൽ യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരത്ത് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതിന്റെ ഒരു രീതിയിൽ ഒരു തലത്തിൽ മഴ ഉണ്ടാകുന്നില്ല എങ്കിലും എപ്പോഴും ഈ മനുഷ്യനെ പുറത്തിറക്കാൻ കഴിയാത്ത തരത്തിലൊരു മഴ പെയ്യുമെന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. ആ തരത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള മഴ. ഇടയ്ക്ക് നല്ല ശക്തമായ മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയാണ്. നിലവിലിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ചാറ്റൽ മഴ എപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും.